എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെല്ലാം ഉണ്ട് വിശേഷം? എല്ലാവർക്കും മഴയെല്ലാം കുറഞ്ഞ സൈഡായോ? നമുക്ക് 3-4 ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടോ, തീരെ മഴയില്ല. എൻ്റെ കമ്പി വിശേഷങ്ങളെല്ലാം ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വലിയ കുഴപ്പമില്ല ഇപ്പം. എന്നാലും തട്ടുമ്പോൾ ചെറുങ്ങനെ മുറിവും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി താഴെയും കൂടി ഇട്ടാലായിരിക്കും വീണ്ടും പ്രശ്നമാവുക. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിച്ചുട്ടിന്റെ അംഗനവാടിയിൽ പ്രവേശനോത്സവമാണ്. അന്നൊരു ദിവസം ഉണ്ടായതാന്ന് എന്നിട്ട് പിന്നെ മഴ കാരണം മാറ്റി വെച്ചാണ്. അപ്പം ഇന്നാണ് പ്രവേശനോത്സവം. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ പ്രവേശനോത്സവത്തിന് പോയിട്ട് ഉച്ചക്ക് എത്തി. എന്നിട്ടാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. പോകുമ്പോൾ രാവിലെ ഹർബറി ആയിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോകാം. നിച്ചുട്ടി നല്ല ആവേശത്തോടെ സുന്ദരി കുട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് സെറ്റ്സ് ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ സെൻഡ് ചെയ്ത് തന്നിട്ട് ഈ ഒരു നല്ല അടിപൊളി ഒരു ഉടുപ്പ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിച്ചുട്ടിക്ക് നെറ്റിൻ്റെ ഒന്നും ഉടുപ്പ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ മെറ്റീരിയൽ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി അംഗനവാടിയിലേക്ക്. അവിടെ എത്തുമ്പോഴേക്കും ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബലൂണും നമ്മുടെ കളർ പേപ്പറും അതൊക്കെ വെച്ചിട്ട് നല്ല ഡെക്കറേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് കുറച്ച് ഇഷ്ടം ഉണ്ടാവുമല്ലോ. നിച്ചുട്ടിയോട് പോകുമ്പോഴേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നെല്ലാം. അതുകൊണ്ട് ഇന്ന് പോകാനൊരു പ്രത്യേക ആവേശം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണ്ടല്ലോ. പിന്നെ ചെറിയൊരു ഘോഷയാത്ര പോലെ അംഗൻവാടിൻ്റെ കുറച്ചപ്പുറത്തും തന്നെ അംഗൻവാടിയിലേക്ക് എല്ലാ കുഞ്ഞുമക്കളും ഇപ്പോഴുള്ള മക്കളും കുറച്ച് മുന്നേ ഉള്ള മക്കളും എല്ലാവരും കൂടെ അമ്മമാരും അങ്ങനെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. ഉദ്ഘാടനം ചെയ്യാൻ വന്നവരും എല്ലാം ഉണ്ട് കൂട്ടത്തിൽ. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ സൈഡിലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നിച്ചൂട്ടീൻ്റെ. എന്നാൽ മാത്രമേ നിച്ചൂട്ടി നിൽക്കുള്ളൂ. അങ്ങനെ നടന്ന് പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കുഞ്ഞുമക്കളെല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നിച്ചും കൈയെല്ലാം പിടിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ചില പിള്ളേർക്കെല്ലാം കരച്ചിലും വാശിയെല്ലാം ഉണ്ട്. ഇന്ന് അമ്മമാർ കൂടെ തന്നെ ഉണ്ടല്ലോ. പഴയ കുട്ടികളായാലും അവർക്കും ഉണ്ട് കരച്ചിൽ. അമ്മമാരെ കാണുമ്പം കുഞ്ഞുമക്കൾക്ക് ഒരു കൊഞ്ചലുണ്ടാവുമല്ലോ പ്രത്യേകം. നല്ല മഴക്കാറുണ്ടായിനി, പക്ഷെ ഭാഗ്യത്തിന് മഴ പെയ്തിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടിയെല്ലാം അലങ്കോലാവും അല്ലേ. അപ്പോൾ ഒരു വാവയുണ്ട്, യാഗ്നിക വാവ. അവളെ അമ്മ ഉണ്ടായിരുന്നു ഷിംന. അവളാണ് എനിക്ക് വീഡിയോ എല്ലാം എടുത്തു തന്നത് കേട്ടോ. അവൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് നന്നായി. വീഡിയോ എല്ലാം എടുത്തു തരാൻ ആളായി. എന്തായാലും നിച്ചുട്ടി ഒറ്റയ്ക്ക് നടക്കുന്നില്ല, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഷിംന ഉണ്ടായതുകൊണ്ട് നന്നായി. അങ്ങനെ നടന്നു വന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ അവിടെ ഇരുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്കും വാശിയായിരുന്നു കേട്ടോ. അമ്മമാരുടെ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയല്ലോ കൂടെ മുമ്പിൽ ഇരുത്തിയിട്ട് അമ്മമാർ ബാക്കിലിരുന്ന്. പിന്നെ പോകുമ്പം തന്നെ കുറച്ച് ബൊക്കെ പോലത്തെ ഇങ്ങനെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ സാധനമെല്ലാം എല്ലാ കുഞ്ഞുമക്കൾക്കും കൊടുത്തു. അതെല്ലാം കാണുമ്പോൾ പിള്ളേർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ. ടീച്ചറാണ് എല്ലാവർക്കും അങ്ങനെ കൊടുത്തത് കേട്ടോ. ഇതൊരു കുട്ടീൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുത്തതാണെന്ന് പറഞ്ഞു ഈ ബൊക്ക. പിന്നെ അങ്ങനെ ഉദ്ഘാടന പരിപാടികളെല്ലാം ആരംഭിച്ചു. അങ്ങനെ വലിയ പ്രസംഗവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുഞ്ഞുമക്കൾക്കെല്ലാം ബോറടിക്കുമല്ലോ എന്തായാലും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സ്വാഗതവും അധ്യക്ഷനും ഉദ്ഘാടനവും ആശംസയൊക്കെ കുഞ്ഞതായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ വൈൻഡപ്പ് ചെയ്തിട്ട് ആ ഒരു സെക്ഷൻ അങ്ങനെ കഴിഞ്ഞു. പിന്നെ മഴ പിടിക്കുന്നുണ്ടായതുകൊണ്ട് എല്ലാവരും കുറച്ച് സ്പീഡാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുമക്കൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കൊണ്ടുവച്ചിട്ട് അതൊക്കെ നോക്കിയിട്ടാണ് പിള്ളേർ ഇരിക്കുന്നുണ്ടായേ. കുറേ ബാഗ് ഉണ്ടായിരുന്നു കൊണ്ടുവച്ചിട്ട്. അതാണ് കുഞ്ഞുമക്കൾക്കുള്ള ഗിഫ്റ്റ്. ഓരോ അംഗനവാടിയിൽ നിന്ന് ഓരോ സാധനങ്ങളിൽ ഇങ്ങനെ കൊടുക്കുമല്ലോ. അപ്പോൾ ഈ അംഗനവാടിയിൽ നിന്ന് ബാഗാണ് പ്രവേശനോത്സവത്തിന് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ഓരോ മക്കളും ഏത് കളറാന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിച്ചുട്ടിക്ക് പിന്നെ ബാഗ് ഏത് കളർ പിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഉണ്ടായത്. പക്ഷേ പിങ്ക് ബാഗ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പിങ്ക് വേണ്ടായിരുന്നു, വേറെ കളർ കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഓരോരോ മക്കളായിട്ട് പോയി വാങ്ങിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുമക്കളെ ഇങ്ങനെ അംഗനവാടിയിലൊക്കെ കൊണ്ടുവിടുമ്പോഴാണ് കേട്ടോ അയ്യോ നമ്മളും കുറച്ച് വലിയതായല്ല, വലിയ പാരൻസ് ആയി എന്നുള്ള ഒരു തോന്നൽ വരുന്നത് കേട്ടോ. ഇത്ര നാളും അമ്മയായെങ്കിലും അങ്ങനെ ഒരു വലിയൊരു ഇത് തോന്നിയിട്ടില്ല. അപ്പം ഇപ്പം അംഗനവാടി കൊണ്ടുപോയി അമ്മമാർ തമ്മിൽ വർത്താനം പറയുന്ന അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളും കുറച്ച് മെച്ചുവേർഡായി എന്നുള്ള ഫീലൊക്കെ വരുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ ബാഗൊക്കെ കിട്ടിയിട്ട് സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. റെഡ് ബാഗാണ് കിട്ടിയത്. ആ റെഡ് ബാഗെല്ലാം ഇങ്ങനെ ഓമനിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ പായസം ഉണ്ടായിരുന്നു. അങ്കമാടിയിൽ നിന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പാൽപ്പായസം. അതെല്ലാ കുഞ്ഞുമക്കൾക്കും കൊടുത്ത് അവരെ കൊണ്ട് അമ്മമാരെല്ലാവരും കൂടെ കുടിപ്പിച്ച്. പഴയ മക്കൾക്ക് വന്നിട്ട് ഇന്ന് കൂടുതൽ വാശി അമ്മമാരെ കണ്ടൊരു കൊഞ്ചലാണെന്ന് തോന്നുന്നു. സാധാരണ അവരെല്ലാം അങ്കമാടിയിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് അമ്മമാരുള്ളത് കൊണ്ട് അമ്മയെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ചുട്ടിക്ക് പിന്നെ ഇന്ന് എന്തായാലും ഞാൻ പോകില്ല എന്നറിയാം പരിപാടി ആയതുകൊണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാ കുഞ്ഞുമക്കളെല്ലാവരും ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അങ്ങനെ കസേരയിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ
ഫോട്ടോ എടുക്കുകയെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നവരും ടീച്ചർമാരും എല്ലാവരും ബാക്കിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ അംഗൻവാടി പിള്ളേരെയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പ അതൊരു വലിയ കാര്യം, റിസ്ക് ഉള്ള കാര്യമാണ്. ഒരാൾ നോക്കുമ്പോൾ ഒരാൾ നോക്കൂല, ഒരാൾ കരയുമ്പോൾ ഒരാൾ ചിരിക്കും, അതാണല്ലോ അവസ്ഥ. ഇതാ നിച്ചുവിൻ്റെ ബാഗ്, ഇതാ റെഡ് ബാഗ്, ഇതാ റെഡ് ബാഗ്. അതാ ഇവാനി പിങ്ക് ബാഗ് എടുത്തതാ. നോക്കാം, ആ പിങ്ക് ബാഗ് ഉണ്ട്. പ്രവേശനോത്സവം കഴിഞ്ഞപ്പോൾ കുറച്ച് അമ്മമാരെല്ലാം വീട്ടിലേക്ക് പോയി. ബാക്കി പിള്ളേരെല്ലാം കുറേ പിള്ളേർ ഇന്ന് കരച്ചിലായിരുന്നു. ടീച്ചർക്ക് എല്ലാവരും കൂടി എടുത്ത് നടന്ന് ടീച്ചർ ഒരു വിധമായി. അപ്പം ഞാൻ ഇന്ന് എന്തായാലും പോയിട്ടില്ല കേട്ടോ. നിച്ചു കരയാൻ തുടങ്ങിയാൽ പിന്നെ എന്തായാലും നിർത്തൂല. ടീച്ചർക്കാണെങ്കിൽ എല്ലാ പിള്ളേരും കരയുന്നതുകൊണ്ട് അതും ബുദ്ധിമുട്ടല്ലേ. പിന്നെ സമയമായല്ലോ, ഏകദേശം ഉച്ചയാവാനായി, അത് കഴിഞ്ഞാൽ ഇരിക്കൂലല്ലോ. അതുകൊണ്ട് ഏതായാലും കൂട്ടിയിട്ട് പോവാം ഇന്നെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ നിന്നു. നിച്ചുട്ടി ചോറ് കളിയാന്നുണ്ടായത്. ശ്രീനിഹാരികയാണ് ഇത്, ഫ്രണ്ട്സെല്ലാം ആയിട്ടാണ് നിച്ചുട്ടിക്ക്. അപ്പോൾ ഇന്ന് ശ്രീനിഹാരികേൻ്റെ കൂടെയായിരുന്നു കുറേ സമയം കളിച്ചത്. വാവയല്ല, പേര് വിളിച്ചാൽ മതി കേട്ടാ. പിള്ളേർക്കൊന്ന് സെറ്റായി കിട്ടണം അംഗൻവാടിയിൽ, പിന്നെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിന്ന് ബോറടിക്കണ്ടല്ലോ, അവിടെ പോയാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം കളിക്കാമല്ലോ. ആ ഒന്ന് സെറ്റായി കിട്ടാനാണ്. കുളിക്കാൻ പോകുമ്പോ 12:30 അംഗൻവാടിയിലെ ലഞ്ച് ടൈം എന്ന് പറയുന്നത്. അപ്പോഴേക്കും എല്ലാ കുഞ്ഞുമക്കളെയും ഇങ്ങനെ ഇരുത്തിയിട്ട് ഫുഡ് കൊടുക്കുവേ. കഞ്ഞിയും പയറുമാണ് ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു വറവുണ്ടാവും കേട്ടോ. ഓരോ ദിവസം ഓരോ വറവായിരിക്കും. നിച്ചു ആദ്യമായിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. ബാക്കി പോയ ദിവസങ്ങളിലെല്ലാം കഞ്ഞി കുടിക്കുന്നതിന് മുമ്പേ കരഞ്ഞിട്ട് വന്നിട്ടുണ്ടായിനി. അപ്പം ഇന്ന് ആദ്യമായിട്ടാണ് കഞ്ഞിയെല്ലാം കുടിക്കുന്നത് അംഗൻവാടിയിൽ നിന്ന്. നടക്ക്, അങ്ങോട്ട് പോയിട്ട് കാണിച്ചു കൊടുക്ക്. അവിടെ നിന്ന് കാണിച്ചു കൊടുത്താൽ മതി. നടക്ക്. അപ്പൊ ഇന്നത്തെ അംഗം കഴിഞ്ഞേ. ഇതാ നിച്ചൂട്ടീനെയും കൂട്ടിയിട്ട് തന്നെ കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവുന്നേ. ഉച്ചക്ക് ഏട്ടനെ വിളിച്ചപ്പോ ഏട്ടൻ കൂട്ടാൻ വന്നു. ഇനിയിപ്പൊ നേരെ വീട്ടിലേക്ക് പോരട്ടെ. വേഗം കാണിച്ചു കൊടുക്കേ. അച്ചച്ചക്ക് വേണമെന്നൊന്നും തോന്നൂല. കൊടുക്ക്, കാണിച്ചു കൊടുക്കേ. അമ്മമ്മ കാണിച്ചു കൊടുക്ക. അമ്മമ്മ കാണിച്ചു കൊടുക്ക്. അമ്മമ്മ കാണിച്ചു കൊടുക്ക്. വാ, വെയിലത്തേക്കല്ല, ഉള്ളോട്ട് കയറ്. അതിന്റെ ഉള്ളിലൊന്നുമില്ല, ബാഗ് മാത്രം. എന്ന് തുറക്ക്. ബലൂൺ ഉണ്ടായിന്, ബലൂൺ അവിടെ തന്നെ കളഞ്ഞോള്. അതും പിന്നെ പിടിച്ച് വരണ്ടേ. ആ മതി, എത്ര തുറന്നാ മതി കണ്ണാ. എടുക്ക്. ആ കഞ്ഞി കുടിച്ചിന്ന്. അമ്മമ്മക്ക് കൊടുക്ക് ബൊക്ക. ഇതാ അമ്മമ്മക്ക് കാണാൻ കൊടുക്ക്, നോക്കാൻ കൊടുക്ക്. എന്റെ നിശ്ചയം തരും. ഇന്ന് എല്ലാ അമ്മമാരും അവിടെ കുറെ നേരം നിന്നില്ലേ. അപ്പൊക്ക് പിള്ളേരെല്ലാം ഭയങ്കര കുഴപ്പം കണ്ടിട്ട്. അപ്പൊ ഒരു ടീച്ചർക്ക് ഒരു രക്ഷയില്ല. 2 ടീച്ചറും 2-3 എടുത്തിരുന്നു. അപ്പൊ ഇവളെ എന്തായാലും നോക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞു അവിടെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. എന്റെ കഞ്ഞി കുടിച്ചിട്ട് വന്നു. അംഗൻവാടിയിൽ നിന്ന് വന്ന് ഡ്രസ്സെല്ലാം മാറ്റി. നമുക്ക് കമ്പി ഇട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു അരോചകത്വം തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് സംസാരിക്കുമ്പോൾ കുറച്ചൊരു പിടിച്ചു വെക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേഗം ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഇത് മീൻ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ രാവിലെ പെരക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ്. അപ്പോൾ വന്നിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. നിച്ചുട്ടി അവിടെ ഉണ്ട്, TV കാണുന്നുണ്ട്. 3-4 ദിവസമായി പോയിട്ട് 2 ദിവസം കുറച്ച് നേരം വേണ്ടി ഇരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ കരയാൻ തുടങ്ങി. അങ്ങനെ പോയിട്ട് കൂട്ടിയിട്ട് വന്ന് ഇന്നലെ പിന്നെ ഫുള്ള് കരച്ചിലാണ്. രാവിലെ മുതലേ കരഞ്ഞിന്. പിന്നെ കൂട്ടിയിട്ട് വന്ന് പിന്നെ ഇങ്ങനെ പോയി. നാളെ മുതൽ കറക്റ്റ് റുട്ടീനിൽ കൊണ്ടുപോകണം. അവിടെ കൊണ്ടാക്കിയിട്ട് വന്ന് ഉച്ചക്ക് കൂട്ടിയിട്ട് ഈ ആഴ്ച അങ്ങനെ ഉച്ചവരെ പോട്ടേന്നാന്ന് വിചാരിക്കുന്നത്. ടീച്ചറും അങ്ങനെ പറഞ്ഞു. അധികം നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഒരു പേടിപ്പെടുത്തുന്ന പോലെ ആക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ പോയിട്ട് കുറച്ചായിട്ട് നമ്മള് ഓമനിച്ച് ഇങ്ങനെ വളർത്തി 3 വയസ്സ് വരെ പെട്ടെന്ന് കൊണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ആർക്കായാലും ഉണ്ടാവും. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് ശരിയാവും വേണം. ഇനി സ്കൂളിൽ പോകാനാകുമ്പോഴേക്ക് ശരിയാവണല്ലോ. ശരിയാവട്ടെ. വിശക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇന്ന് സൗണ്ട് എല്ലാം പോയിട്ട് ഞാൻ അവിടുന്ന് ടീച്ചർ ഉണ്ട് ബാക്കി എല്ലാ മക്കളോടും അങ്ങനെ ആക്കല്ല നിച്ചൂട്ടിനായാലും ഉണ്ടാണ്ടിക്ക് അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞു കളിപ്പിക്കുകയെല്ലാം ചെയ്തിട്ട് എനിക്ക് ഒച്ചക്ക് എന്തുവായി ഇത് തട്ടും ചെയ്തിട്ട്. അപ്പൊ ഞാനും നിച്ചൂട്ടിനെ കൂടെ മിക്കവാറും കിടന്നുറങ്ങും. ഇപ്പൊ അത്ര ക്ഷീണമുണ്ട്. ഇന്ന് ഉച്ചവരെ അംഗൻവാടിയിലിരുന്ന ക്ഷീണം. അപ്പൊ വേഗം ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി.
നിച്ചൂട്ടിക്ക് ടീം ഇന്റർവെല്ലിന് ഒരു ഗിഫ്റ്റ് ഹാമ്പർ വന്നിട്ടുണ്ട്. ടീം ഇന്റർവെൽ എന്ന് പറഞ്ഞാല് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിച്ചൂട്ടി ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അവരൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിച്ചൂട്ടിക്ക് ആകാംക്ഷയായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഞാനാണെങ്കിൽ തുമ്മി പണ്ടാരടങ്ങി രാവിലെ മുതൽ തുമ്മിയിട്ട് സൈഡായിട്ടാണുള്ളത്. പക്ഷെ നിച്ചൂട്ടിക്ക് ആകാംക്ഷ ആയതുകൊണ്ട് അധികം ലേറ്റ് ആക്കിപ്പിക്കണ്ടാവുന്നു. തുറന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് തുറക്കാം. ഉറങ്ങി എണീച്ചതാണ്. ഉറക്കത്തിൽ കിട്ടിയിട്ട് എന്റെ സമ്മാനം തുറക്കണ്ടേന്ന് പറഞ്ഞിട്ട് എണീച്ചതാണ്. നമുക്ക് വേഗത്തോടൊന്ന് കാണിച്ചു കൊടുക്കാം. കേക്കൊന്നുമല്ല, 2 പെട്ടിയുണ്ട്. 2 നമുക്ക് തുറന്നു നോക്കാം. നല്ല രസമുണ്ട്. One, 2, വാട്ടർ ബോട്ടിൽ. അത് നോക്കാം നമുക്ക്. അത് നമുക്ക് തന്നേരാ. ഇതൊന്ന് നോക്കട്ടെ അമ്മ. നല്ലൊരു വാട്ടർ ബോട്ടിൽ ഉണ്ട് നെക്സ്റ്റ് ഇന്റർവെല്ലിന്റെ. ഓക്കെ, ഇതെന്താ? കപ്പ്. നല്ലൊരു കപ്പുണ്ട്. ഇച്ചിരി വെള്ളം കുടിക്കാൻ ഒരു കപ്പ്. ഇത് മറ്റേ സ്റ്റിക്കർ, പറിച്ചൊട്ടിക്കേണ്ട കൊറേ സ്റ്റിക്കർ ഉണ്ട്. പിന്നെ എന്താ ഉള്ള? പിന്നെ നെയിം സ്ലിപ്പ്. നെച്ചൂട്ടിക്ക് സ്കൂളെല്ലാം പോകുമ്പോ പുസ്തകത്തിനെല്ലാം ഒട്ടിക്കാൻ വേണ്ടിട്ട് നെയിം സ്ലിപ്പ് ഉണ്ട്. ബിസ്ക്കറ്റ്, ക്രീം ബിസ്ക്കറ്റ്. അത് ഒളിച്ചു തരാം. ആദ്യം എന്തെല്ലാം ഉള്ളത് നോക്ക്. കളിവെണ്ണ, ഒരു പെന്നുണ്ട്. ഇത് അച്ഛച്ച കൊടുക്കാം നമുക്ക് കേട്ടാ. അച്ഛച്ച കൊടുക്കാം. പിന്നെ ഇത് കൊറേ ഇതാ കയ്യിൽ തരും. ഇതാ ഇങ്ങനത്തെ A4 ആപ്പിൾ, B4 ബോള്, C4 ക്യാറ്റ്, അങ്ങനത്തെ കുറെ കാർഡ്സ് ഉണ്ട്. ബാക്കിൽ അതിന്റെ സ്പെല്ലിങ്ങും ഏത് ലെറ്റർ ആണെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബണ്ടിൽ ഓഫ് കാർഡ്സ് ഉണ്ട്. നിച്ചൂട്ടി പഠിക്കണേ ഇതല്ലോ കേട്ടോ. ഓക്കെ, പിന്നെ എന്താ ഉള്ളത് നോക്കാം. പിന്നെ പെൻസിൽ ഉണ്ട് നിച്ചൂട്ടി. ഇതാ 4 പെൻസിൽ. ഇതെന്നാ നിച്ചൂട്ടാ? റബ്ബറാ. ബെസ്റ്റ് ഫ്രീ ഇറേസർ റബ്ബർ. പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് മായ്ക്കേണ്ട റബ്ബറാണേ. പിന്നെ ഇതെന്നാ? സ്റ്റിക്കി നോട്ട് പാഡ്. നോട്ട് പാഡ്സ് ഉണ്ട്. നോട്ട് പാഡ്സ്. ഇത് മറ്റേ നമ്മുടെ ഫ്ലൂറസെന്റ് മറ്റേ മാർക്കർ കേട്ടാ. പിന്നെ സ്കെച്ച് പെന്ന് പോലത്തെ മാർക്കറേ. ഇത് ഇന്റർവെല്ലിന്റെ ഇതെല്ലാം. പിന്നെ ഇതാ പെൻസിൽ ചെത്തണ്ട ഷാർപ്നർ. ഇതിനെ കൊണ്ടാ പെൻസിലിന് മോനയാക്കണ്ടേ കേട്ടോ. അവരെ ഇത് കീ ചെയിൻ ആണേ. ഒരു കീ ചെയിൻ ഉണ്ട്. പിന്നെ ഒരു ബുക്ക് ഉണ്ട് നിച്ചൂട്ടിക്ക് എഴുതാൻ. എന്റെ ഒരു ബുക്കും നല്ല നോട്ട് ബുക്ക് ഉണ്ട്. ഇതിനും ഇങ്ങനെ ചെത്തണം മാവേ. ഈ കട്ടർ എടുത്തിട്ട് ഇങ്ങനെ ചെത്തിയ ഇതിനും മന വരും. ഇതിനെ കൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ട് ഈ റബ്ബർ എടുത്തിട്ട് മായ്ക്കുക. ഓക്കെ, എല്ലാം കണ്ടില്ലേ? അപ്പൊ ഇതാ ഇത്രയും ഗിഫ്റ്റ്സ് നിച്ചൂട്ടിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ടീം ഇന്റർവെല്ലിന് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരു ഗിഫ്റ്റ് ഹാമ്പർ അയച്ചു തന്നതിന് താങ്ക് യു ഇന്റർവെൽ എന്ന് പറയിച്ചു. അതിനൊന്നിന് കുപ്പായ പോന്നിക്കുന്നു. അപ്പൊ ഇതാണ് നിച്ചൂട്ടിന്റെ ഗിഫ്റ്റ്. ബിസ്ക്കറ്റ് തിന്നാനാണ് കുഴപ്പേ. ഏതായാലും ഇനി അതും കൂടെ തിന്നോക്കാം. ഇത്രയും ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ നിച്ചൂട്ടിന്റെ കണ്ണ് പോയത് ബിസ്ക്കറ്റിലേക്കാണ്. ബർബൺ ബിസ്ക്കറ്റ്. അങ്ങനെ തുറക്കണ്ട. ക്രീം മാത്രം ഇങ്ങനെ നക്കി തിന്നണ്ട. കടിക്കും. ഒരു കടി കടിക്കുക എന്നിട്ട് ക്രീം എടുക്കാം.
ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിച്ചൂട്ടിന്റെ അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നിച്ചൂട്ടിക്ക് ഇന്റർവെല്ലിന് കിട്ടിയ ഗിഫ്റ്റിന്റെ അൺബോക്സിംഗും എല്ലാം കൂടി ഉള്ളതായിരുന്നു. അപ്പൊ നിച്ചൂട്ടിക്ക് ഇഷ്ടായാ? എന്താ കൂടുതൽ ഇഷ്ടായേ? ഏത് സമ്മാനം കൂടുതൽ ഇഷ്ടായേ? മറ്റേതാ? ബിസ്ക്കറ്റാ? ഇനി ഇതെല്ലാം വെച്ചിട്ട് നല്ല ഗുഡ് ഗേൾ ആയിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.